ലക്ഷ്യം മുസ്ലിങ്ങളുടെ ബലിപെരുന്നാൾ. പക്ഷേ വെട്ടുവീണത് ആയിരക്കണക്കിന് ഹിന്ദു കർഷകരുടെ നെഞ്ചത്താണ് കേട്ടോ. പശ്ചിമ ബംഗാളിൽ സുവേന്ദു അധികാരിയുടെ BJP സർക്കാർ കർശനമാക്കിയ 1950 സംസ്ഥാന മൃഗ കശാപ്പ് നിയന്ത്രണ നിയമം കന്നുകാലി വിപണിയെ പൂർണ്ണമായും ശ്വാസം മുട്ടിച്ചിരിക്കുകയാണിപ്പോൾ. പശുക്കൾക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് വേണമെന്ന BJP MLA ഘോരാപത്രയുടെ വിചിത്രമായ വാദം തമാശയായിരുന്നില്ല കേട്ടോ. ഒരു ജനതയാകെ ഭയത്തിന്റെ നിഴലിലാക്കാനുള്ള ആസൂത്രിത നീക്കത്തിന്റെ ഭാഗമാണെന്നാണ് നിലവിലെ സംഭവ വികാസങ്ങൾ നമ്മോട് പറയുന്നത്. ഹിന്ദു സംരക്ഷണം പറഞ്ഞ് അധികാരത്തിൽ വന്നവർ ഇന്ന് കണ്ണീര് കുടിക്കാൻ വിട്ടിരിക്കുന്നത് സ്വന്തം നാട്ടിലെ ഹിന്ദുക്കളെ തന്നെയാണ്. 14 വയസ്സുള്ള മൃഗങ്ങളെ മാത്രമേ കശാപ്പ് ചെയ്യാവൂ എന്ന നിബന്ധന വന്നതോടെ ബംഗാളിലെ അറവുശാലകൾ കൂട്ടത്തോടെ അടച്ചുപൂട്ടുകയാണ്. പക്ഷേ കന്നുകാലികളുടെ പ്രായം എങ്ങനെ തെളിയിക്കുമെന്ന് ചോദിച്ചാൽ ഭരണാധികാരികൾക്ക് ഒരു ഉത്തരവുമില്ല. അവർ കൈമലർത്തുകയാണ്. ഇപ്പോൾ 280 രൂപ വിലയുണ്ടായിരുന്ന ബംഗാളിലെ ബീഫ് വില ഒറ്റയടിക്ക് 600 രൂപയായി കുതിച്ചുയർന്നിട്ടുമുണ്ട് കേട്ടോ. ഇതിനിടയിലൂടെ പാൽ തരാത്ത പ്രായമായ പശുക്കളെ വിറ്റ് പുതിയവയെ വാങ്ങി ജീവിക്കുന്ന ഗോവാല, സദ്ഗോപ് തുടങ്ങിയ OBC വിഭാഗത്തിൽപ്പെട്ട ഹിന്ദു കർഷകരാണ് ഈ നിയമം മൂലം ഇന്ന് കടക്കണിയിലായിരിക്കുന്നത്. ലക്ഷങ്ങൾ വായ്പയെടുത്ത് കന്നുകാലികളെ വളർത്തിയ ഒരു സാധാരണ ഹിന്ദു കർഷകന്റെ നെഞ്ചുപൊട്ടിയുള്ള വാക്കുകൾ നിങ്ങളൊന്ന് കേട്ടുനോക്കൂ. അവർ പറയുന്നതിന്റെ സാരാംശം ഇങ്ങനെയാണ് കേട്ടോ. എന്തുകൊണ്ട് BJP ഞങ്ങളെ മുസ്ലിങ്ങൾക്ക് പശുക്കളെ വിൽക്കാൻ അനുവദിക്കുന്നില്ല? ബക്രീദിനായി ഈ മൃഗങ്ങളെ വളർത്തി വിൽക്കാൻ ഞാൻ 5 ലക്ഷം രൂപ വായ്പ എടുത്തതാണ്. മുസ്ലിങ്ങൾ ഒരിക്കലും ഞങ്ങളെ ഉപദ്രവിച്ചിട്ടില്ല. പിന്നെ എന്തിനാണ് മുസ്ലിങ്ങളുമായി വ്യാപാരം നടത്തുന്നതിൽ നിന്നും BJP ഞങ്ങളെ തടയുന്നത്? ഇതിലും നല്ലത് ഞങ്ങൾക്ക് വിഷം തരുന്നതായിരുന്നു. ഈ പ്രതിസന്ധി ബംഗാളിൽ മാത്രം ഒതുങ്ങുന്നില്ല കേട്ടോ. അയൽ സംസ്ഥാനങ്ങളിലെ പ്രധാന കന്നുകാലി ചന്തകൾ ഗോരക്ഷാ ഗുണ്ടകളുടെ ഭീഷണിയെ തുടർന്ന് കൂട്ടത്തോടെ അടച്ചുപൂട്ടിയതോടെ കേരളത്തിലേക്കുള്ള കന്നുകാലി വരവിലും വലിയ കുറവാണിപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പെരുന്നാളിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വിപണിയിലുണ്ടായ ഈ വൻ വിതരണക്കുറവ് കേരളത്തിലെ ബീഫ് വിലയും കുത്തനെ ഉയർത്തുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ബലിപെരുന്നാളിന് മുന്നോടിയായി കന്നുകാലി കശാപ്പിന് നിയന്ത്രണം ഏർപ്പെടുത്തിയ വിജ്ഞാപനം ചോദ്യം ചെയ്ത് തൃണമൂൽ കോൺഗ്രസ് MP മഹുവ മൈത്രി ഉൾപ്പെടെയുള്ളവർ കൊൽക്കത്ത ഹൈക്കോടതിയെ ഇപ്പോൾ സമീപിച്ചിരിക്കുകയാണ്. കന്നുകാലി വളർത്തലും വിൽപ്പനയും ഉപജീവന മാർഗമാക്കിയ ദുർബല വിഭാഗക്കാരെ പ്രതികൂലമായി ബാധിക്കുന്നതാണ് ഇതെന്നാണ് മഹുവ കോടതിയെ ഇപ്പോൾ ബോധിപ്പിച്ചിരിക്കുന്നത്. 1950 നിയമപ്രകാരം മതപരമായ ആവശ്യങ്ങൾക്ക് ഇളവ് നൽകാൻ സർക്കാരിന് അധികാരമുണ്ടെന്നും ബലിപെരുന്നാൾ ആഘോഷങ്ങളിൽ നിയന്ത്രണങ്ങൾ തടസ്സമാകരുതെന്നും പ്രതിപക്ഷ കക്ഷികളും ഇപ്പോൾ ആവശ്യപ്പെട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. കന്നുകാലി വ്യാപാരം തടയുന്നത് വഴി ഹിന്ദു മുസ്ലിം സമുദായത്തിലെ സാധാരണക്കാർ ഒരുപോലെ തന്നെയാണ് ഇപ്പോൾ ബംഗാളിൽ ബുദ്ധിമുട്ടുന്നത്. ഒരു വിഭാഗത്തിന്റെ വിശ്വാസത്തെ തകർക്കാൻ ഇറങ്ങി പുറപ്പെട്ടവർ യഥാർത്ഥത്തിൽ തകർത്തെറിയുന്നത് സ്വന്തം നാട്ടിലെ പാവപ്പെട്ട കർഷകരുടെ അത്താണിയും അവരുടെ അന്നവും കൂടിയാണ്.